ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായം 27 തൊട്ട് 29 വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നു, 2 അന്ധന്മാർ ഈശോയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയാൻ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. അവർ കരഞ്ഞ് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു ചോദിച്ചു, എനിക്ക് ഇത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉടനെ അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇത് ചെയ്തു തരാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഉടനെ അവർക്ക് 2 പേർക്കും കർത്താവ് സൗഖ്യം കൊടുക്കുന്ന ഒരു വചനഭാഗമാണ്. ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈശോ ഇന്ന് നമ്മളെല്ലാവരോടും ചോദിക്കുന്നൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളില്ലേ മനസ്സിൽ, ചെയ്ത് കിട്ടുമോ? നടന്നു കിട്ടുമോ? ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംഭവിക്കുമോ? ഇതിൻ്റെയൊക്കെ അവസാനം എങ്ങനെയായിരിക്കും? ഇത് പ്രതീക്ഷിക്കുന്ന പോലെ ഫലം തരുമോ? ഇതിൻ്റെ അവസാനം ഇത് എവിടെ ചെന്ന് എത്തിപ്പെടും? പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ഈശോ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? മോളെ, നീ വിശ്വസിക്കുന്നുവോ? ഈശോ ചോദിക്കുകയാണ്. കർത്താവേ എന്ന് പറയാൻ പറ്റുന്നവർക്കൊക്കെ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ, അടയാളങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വസിക്കാൻ പറ്റുന്നവർക്കൊക്കെ അത്ഭുതങ്ങളുടെ ഒരു ലോകത്തിലേക്കാണ് ക്രിസ്തു നിന്നെ കൈപിടിച്ചുയർത്തുക. വിശ്വസിക്കുന്ന ഏതൊരു ജീവിതത്തിലും ഇതുപോലെ തന്നെ സംഭവിക്കും. എന്നും കാണാം ദൈവിക ഇടപെടലുകൾ, എന്നും കാണാം ദൈവിക സാന്നിധ്യം, എന്നും അനുഭവിക്കാൻ പറ്റും ആ ദൈവിക ശക്തിയും ദൈവിക പ്രവൃത്തികളും. വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമാണത്. ആരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ അവരൊക്കെ അനുദിനം അനുനിമിഷം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ പ്രവൃത്തികൾ കാണാൻ ഭാഗ്യം കിട്ടുകയാണ്. എല്ലായ്പ്പോഴും കാണാൻ പറ്റും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. വിശുദ്ധ മരിയ ജോൺ വിയാനി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ദൈവത്തിന്, ക്രിസ്തുവിന് തന്നേക്കാൾ മഹത്തമമായിട്ട് വേറെ എന്തെങ്കിലും തരാൻ പറ്റുമായിരുന്നുവെങ്കിൽ അതുകൂടെ നമുക്ക് തരുമായിരുന്നു. തന്നേക്കാൾ മഹത്വമായി വേറെ എന്തെങ്കിലും നമുക്ക് തരാൻ കഴിയുമായിരുന്നുവെങ്കിൽ അതുകൂടെ തരുമായിരുന്നു. വിയാനി പുണ്യവാന്റെ വാക്കുകളാണ്. ക്രിസ്തുവിന് തന്നെ തരാൻ, അത് മുഴുവനും തരാൻ ഒരു മടിയില്ലായിരുന്നു. തരികയാണ്. വിശ്വസിക്കുന്നവർക്ക് എന്തും ചെയ്തു തരികയാണ്. വിശ്വസിക്കുന്നവർക്കും പ്രതീക്ഷിക്കുന്നവർക്കും എന്തും ചെയ്തു തരാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കൂടെ ദൈവത്തിൻ്റെ ഒരു കരം, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എല്ലായ്പ്പോഴും ഉള്ളതായി നമ്മൾ കാണുന്നു. എല്ലാ വിശ്വസിക്കുന്ന ജീവിതങ്ങളിലും ഇത് തന്നെ നമ്മൾ അനുദിനവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. റോമൻ സാമ്രാജ്യം ഒരുപാട് ശക്തിയുള്ള സാമ്രാജ്യമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ശക്തിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല പ്രൗഢിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ ബാർബേറിയൻ സൈന്യം വന്നിട്ട് ആക്രമിക്കുകയാണ്. അവരിങ്ങനെ വന്ന് എല്ലാ രാജ്യങ്ങളെയും പിടിച്ചെടുക്കുന്നു, നശിപ്പിക്കുന്നു. ആറ്റില എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടത്തുക, അവർ യുദ്ധം ചെയ്യുക. AD 452 ആയപ്പോഴേക്കും ഇവരുടെ സൈന്യം ഇറ്റലിയിലേക്ക് വരികയാണ്, കൈയടക്കാൻ. റോം കൈയടക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ റോമിനെ ലക്ഷ്യം വെച്ചിട്ട് അവർ മുന്നോട്ട് വരികയാണ്, സൈന്യം മുഴുവൻ. റോമിലുള്ള എല്ലാ വിശ്വാസികളും വല്ലാതെ ആകുലചിത്തരായി. അവർ വളരെയധികം ഭയപ്പെടാൻ തുടങ്ങി, അവർ നിലവിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലിയോ ഒന്നാമൻ മാർപ്പാപ്പ, ആ കാലഘട്ടത്തിലെ സഭയെ നയിക്കാൻ നിയുക്തനായിരുന്ന മാർപ്പാപ്പ, വലിയ വിശ്വാസമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ആഴത്തിലുള്ളൊരു വിശ്വാസം എന്നും മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. മാർപ്പാപ്പ ഈ സൈന്യം, ബാർബേറിയൻ സൈന്യം വരുന്നു എന്നൊക്കെ കേട്ടിട്ട് അല്പം പോലും ഭയപ്പെട്ടില്ല, പിന്തിരിയാൻ ശ്രമിച്ചുമില്ല. എല്ലാവരും പറഞ്ഞു മാർപ്പാപ്പയോട് അവിടുന്ന് വേറെ എവിടേക്കെങ്കിലും മാറിപ്പോയിക്കൊള്ളാൻ, വേറെ എവിടെയെങ്കിലും പോയി ഒളിച്ച് താമസിക്കാൻ. പക്ഷെ മാർപ്പാപ്പ അതിനൊന്നും ചെവി കൊടുക്കുന്നേയില്ല, ശ്രദ്ധിക്കുന്നേയില്ല. ഒറ്റയ്ക്ക് ഈ യുദ്ധത്തെ നേരിടാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ്. എന്താ സംഭവിച്ചതെന്നറിയാവോ? റോമൻ നഗരത്തിൻ്റെ വാതിൽക്കൽ ഈ സൈന്യം വന്ന് നിൽക്കുകയാണ്. യുദ്ധത്തിൽ തയ്യാറായി അവർ വന്ന് നിൽക്കുന്നു എന്നറിഞ്ഞ പാടെ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗിക വസ്ത്രങ്ങളൊക്കെ ധരിച്ച്
തൻ്റെ സ്ഥാനത്തിൻ്റെ ചിഹ്നങ്ങൾ ആയ മുടിയും എന്താ പറയുക വടിയും ഒക്കെ കയ്യിലെടുത്ത് ഔദ്യോഗിക വേഷഭൂഷാദികളോടെ റോമൻ നഗരത്തിൻ്റെ ആ വാതിൽക്കൽ അവിടെ ചെന്ന് നിൽക്കുകയാണ്. ഇതാ ആറ്റിലയുടെ നേതൃത്വത്തിൽ സൈന്യം മുൻപിൽ നിൽക്കുകയാണ്. മാർപ്പാപ്പ ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി. എന്നിട്ടോ അടുത്ത നിമിഷത്തിൽ വലതുകരം അങ്ങ് ഉയർത്തിപ്പിടിച്ചു, സ്വരം മുഴുവൻ എടുത്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, തിരിച്ചു പോകണം, റോമിനെ ആക്രമിക്കരുത്, റോമിനെ ആക്രമിക്കരുത്, തിരിച്ചു പോകണം. ഇത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഇത്രയും പറഞ്ഞ സമയം കൊണ്ട് തന്നെ ആറ്റില വളരെ ധൈര്യശാലിയായിരുന്നു, വളരെയധികം തന്ത്രങ്ങൾ മെനയാൻ കഴിവുള്ളവൻ, വളരെ സൂത്രത്തിൽ കാര്യങ്ങൾ നടത്താൻ മിടുക്കുള്ളവൻ. ഈ ആറ്റില മാർപ്പാപ്പയുടെ ഈ വാക്കുകളിൽ പെട്ടെന്ന് അങ്ങ് ഭയപ്പെട്ടു പോവാണ്. ഒരു നിമിഷ നേരത്തേക്ക് ആറ്റില സൈലൻ്റ് പാലിച്ചെങ്കിലും നിശബ്ദനായെങ്കിലും അടുത്ത നിമിഷത്തിൽ ആറ്റില എന്ത് ചെയ്തെന്നറിയോ? പിന്തിരിഞ്ഞു പോവാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്, തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, മാർപ്പാപ്പയെ കീഴടക്കാൻ, റോമിനെ പിടിച്ചെടുക്കാൻ വന്ന ആ സൈന്യം പിന്തിരിഞ്ഞു ഓടുകയാണ്. പിന്തിരിഞ്ഞു പോകുന്ന വഴിക്ക് അനുയായികൾ ഈ ആറ്റിലായോട് ചോദിക്കുകയാണ്, അതെന്ത് പണിയാണ് കാണിച്ചത്? നമ്മൾ യുദ്ധം ചെയ്യാൻ വന്നതല്ലേ, അതെന്തേ ഒരാളെ കണ്ടപ്പോഴേക്കും അയാളൊന്ന് പിന്തിരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും തിരിച്ചു പോരാൻ കാരണം എന്നാ? അയാളൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, അതിന് നമ്മളിങ്ങനെ പേടിച്ചോടേണ്ട വല്ല കാര്യമുണ്ടോ? ഉടനെ ആറ്റില പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ആ കിഴവൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഞാൻ തിരിഞ്ഞു പോരാൻ കാരണം. ആ കിഴവൻ എന്താ പറഞ്ഞതെന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ വലിയൊരു സത്യം അവിടെ കണ്ടു. ആ കിഴവൻ്റെ ആ വയസ്സിൻ്റെ അടുത്ത് വലത്ത് വശത്ത് കാല് നിലത്ത് ഉറപ്പിക്കാതെ ഒരു പുരോഹിതൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു മനുഷ്യൻ ഊരിയ വാളും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടോ ആ മനുഷ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്, മുന്നോട്ട് വരരുത്, മുന്നോട്ട് വന്നാൽ കഴുത്തിൽ തല കാണുകയില്ല. അത് കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. എനിക്ക് എന്തോ തോന്നി, മുന്നോട്ട് പോയാൽ അയാൾ എന്നെ കൊന്നുകളയുമെന്ന്. ആ പേടി മനസ്സിൽ വന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ ശരണം വയ്ക്കുന്ന ഏതൊരു ജീവിതത്തിലും സഹായിക്കാൻ ക്രിസ്തു വലത്തുവശത്ത് വന്നു നിൽക്കും. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വലത്തുവശത്തുണ്ടാവും. വ്യാഖ്യാതാക്കളൊക്കെ പറയണത് ഈ ലിയോ ഒന്നാമൻ മാർപ്പാപ്പയുടെ വലത്തുവശത്ത് വന്നു നിന്നത് പത്രോസായിരുന്നു എന്നാണ്. പത്രോസിനെ നമുക്കറിയാലോ, മൽക്കൂസിൻ്റെ ചെവി വെട്ടിക്കളയാൻ ധൈര്യം കാണിച്ചവനാണ്. ഗെത്സമൻ തോട്ടത്തിൽ വെച്ചിട്ട് ഈശോയെ പിടിക്കാൻ അവർ പടയാളികളൊക്കെ വന്നപ്പോൾ അരിശം കൊണ്ടിട്ട് ദേഷ്യം വന്നിട്ട് കയ്യിൽ കിട്ടിയ വാളെടുത്തിട്ട് ഒറ്റ വെട്ടാണ് മൽക്കൂസിൻ്റെ ചെവി. ആ ചെവി പോയി, പറന്നുപോയി. അന്ന പോലെ അത്രയും ധൈര്യമുള്ള മനുഷ്യനാണ് പത്രോസ്. എന്തും ചെയ്യും ഏത് സമയവും. ഈ പത്രോസ് ആണ് ഈ മാർപ്പാപ്പയെ സഹായിക്കാൻ, പത്രോസിൻ്റെ പിൻഗാമി കൂടിയാണല്ലോ മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ പത്രോസാണ് ഊരിയ വാളും പിടിച്ച് ആറ്റിലയെ നേരിടാൻ അവിടെ വന്നത് എന്ന് വ്യാഖ്യാതാക്കളൊക്കെ പറയും. സത്യമായിട്ടും ഒരു ദൈവിക സഹായവും ഒരു ദൈവിക സാന്നിധ്യവും വിശ്വസിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും കർത്താവ് തരും. 110-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം, കർത്താവ് നിൻ്റെ വലത്തുവശത്തുണ്ട്, കർത്താവ് നിൻ്റെ വലത്തുവശത്തുണ്ട്, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. മാർപ്പാപ്പ ഈ വലത്തുവശത്തുള്ള പത്രോസിൻ്റെ സാന്നിധ്യമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ലിയോ ഒന്നാമൻ പാപ്പ പത്രോസ് സൈഡിൽ വന്ന് നിൽക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ശത്രു സൈന്യം അത് കണ്ടു, തിരിച്ചറിഞ്ഞു, അവർ തിരിഞ്ഞു പോവുകയാണ്. വലിയൊരു അപകടം ഒഴിവാവുകയാണ്. ഒറ്റയാൻ പട്ടാളം പോലെ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ ആ സൈന്യത്തെ മുഴുവൻ നേരിടാൻ വലിയ ആത്മധൈര്യം കിട്ടിയത് ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ വിശ്വാസമാണ്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും വരില്ല എന്നും, എൻ്റെ ദൈവം എനിക്ക് എല്ലാത്തിനും മതിയായവനാണെന്നും, ഏത് പ്രതിസന്ധിയിലും എന്നെ സഹായിക്കാൻ കഴിവുള്ള ദൈവമാണെന്നും ബോധ്യമുള്ള പാപ്പ ശക്തമായിട്ട് തന്നെ എല്ലാവരും പുറകിലേക്ക് പിന്തിരിപ്പിച്ചെങ്കിലും, പുറകോട്ട് പോരാൻ പിന്തിരിപ്പിച്ചെങ്കിലും, പാപ്പ ശക്തമായി ഒറ്റയ്ക്ക് നിന്നിട്ട് യുദ്ധത്തെ നേരിടാൻ ധൈര്യം കാണിച്ചുവെങ്കിൽ ഈ ഒരു ധൈര്യം വിശ്വാസത്തിൽ നിന്നുളവായതുകൊണ്ട് തന്നെ നമുക്കത് നേടിയെടുക്കാൻ പ്രാർത്ഥിക്കണം. ആഴത്തിലുള്ളൊരു വിശ്വാസം, എത്ര വലിയ പ്രശ്നമാണെങ്കിലും എൻ്റെ കർത്താവ് വലത്തുവശത്ത് വന്ന് നിൽക്കൂന്ന്, എൻ്റെ കർത്താവ് എന്നെ സഹായിക്കാൻ എൻ്റെ അരികിൽ നിൽക്കൂന്ന് നമുക്ക് വിശ്വസിക്കാം. കർത്താവ് ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. വിശുദ്ധ ജോസഫ് കഫാസോ എന്ന് പറയുന്ന ആ വിശുദ്ധൻ ഇങ്ങനെയാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക. ക്രൂശിതൻ നിൻ്റെ വലത്തുവശത്തുണ്ട്. ക്രൂശിതന് നിന്നെ മറക്കാൻ പറ്റില്ല, നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവിടുന്ന് എപ്പോഴും നിന്നെ
സഹായിക്കും. അങ്ങനെ നിനക്ക് സ്വർഗം സ്വായത്തമാക്കാം. അങ്ങനെ നിനക്ക് സ്വർഗം സ്വന്തമാക്കാം. വിശുദ്ധരെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്, ക്രൂശിതൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. ക്രൂശിതൻ എല്ലാ വഴികളിലൂടെയും അവൻ നടന്നു നീങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും നിന്നെ സഹായിക്കാൻ മതിയായവനാണ്. നമുക്ക് വിശ്വസിക്കാം കർത്താവ് വലത്ത് വശത്ത് നിൽക്കുമെന്ന്. നമുക്ക് ബോധ്യപ്പെടാം എൻ്റെ വലത്ത് വശത്ത് കർത്താവ് നിൽക്കുമെന്ന്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ജോഷുവ ഇസ്രായേൽ ജനത്തെ നയിക്കാനുള്ള വലിയ ദൗത്യം സ്വീകരിക്കാൻ ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കർത്താവ് പറയണു നീ നയിക്കണമെന്ന്, ജനത്തെ നയിക്കണമെന്ന് പേടിച്ചിട്ട് നിൽക്കുകയാണ് ജോഷുവ. കർത്താവ് പറഞ്ഞു, ജോഷുവ ധൈര്യം കളയല്ല്, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ജോഷുവ പിന്നെ അങ്ങോട്ട് നയിക്കുകയാണ്, വാഗ്ദാന ഭൂമിയിലേക്ക് ജനത്തെ നയിക്കുകയാണ്. എന്തോ ഒരു ധൈര്യമായിരുന്നു ജോഷുവയ്ക്ക്. ഓർക്കുന്നില്ലേ ദാവീദിൻ്റെ കാര്യം? ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോയപ്പോൾ അത് സാധാരണ മനുഷ്യർക്കൊന്നും കിട്ടാത്തൊരു ധൈര്യമാണ്. സാധാരണക്കാരൊക്കെ ചൂളിപ്പോകുന്ന ഒരു അനുഭവമാണ്. ഗോലിയാത്ത് വലിയൊരു ആജാനബാഹു പോലെയുള്ള മനുഷ്യൻ, വലിയ പടത്തലവൻ, ശരീരം മുഴുവൻ ആയുധങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. നോക്കിയാൽ തന്നെയും തലകറങ്ങി വീഴും. നമ്മളൊന്ന് കണ്ടാൽ മതി, നമ്മുടെ ഉള്ള എനർജി മുഴുവൻ പോവും. ഈ ഗോലിയാത്ത് ഉയർന്നു നിൽക്കുകയാണ്. നമ്മുടെ ദാവീദോ ഒരു കുഞ്ഞു ചെറുക്കൻ, ഒരു കൊച്ചു ചെറുക്കൻ, ഒരു കൊച്ചു പയ്യൻ. അവനെ ഒന്ന് ഊതിയാൽ മതി, അവൻ വീണു പോവും. പക്ഷേ ഈ ദാവീദ് വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ട്, ദൈവം കൈവിടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട്, ദൈവം കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ ദാവീദ് ചെല്ലാണ്. പടച്ചട്ടിയൊന്നും വേണ്ടായിരുന്നു ദാവീദിന്, പടച്ചട്ടി ഇട്ടിട്ടൊന്നും നടക്കാൻ പറ്റുന്നില്ല. ദാവീദ് പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല നടക്കാൻ. അതൊക്കെ അവിടെ ഊരി വെച്ചു. എന്നിട്ടോ സാധാരണ ഒരു കവണി എടുത്ത് ഒരു 5-6 കല്ലും പെറുക്കിയിട്ടിട്ട്, 4-5 കല്ല് അതും പെറുക്കിയെടുത്തിട്ട് നമ്മുടെ ദാവീദ് വരികയാണ്. ഗോലിയാത്തിനെ കൊല്ലാനാണ്. എന്ത് ധൈര്യമാണെന്നോർക്ക്. ഒറ്റ കല്ല് മതിയായിരുന്നു, ഗോലിയാത്ത് വീണു, ഗോലിയാത്തിനെ തകർത്തു. ആഴത്തിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വലത്ത് വശത്തുണ്ട്. നിന്റെ വലത്ത് വശത്ത് കർത്താവുണ്ട്. എത്ര വലിയ ശത്രുവാണെങ്കിലും നിന്റെ വലത്ത് വശത്ത് കർത്താവുണ്ട്, അത് മറന്നേക്കല്ലേ. ആ സാന്നിധ്യം നീ എപ്പോഴും അനുഭവിക്കണം. ഒരിക്കലും നിന്റെ കണ്ണു നിറയാൻ വലത്ത് വശത്തുള്ള കർത്താവ് ഇടയാക്കില്ല. നീ തോപ്പിയിട്ടിട്ട് പരാജയപ്പെട്ടിട്ട് പോകാൻ നിന്റെ കർത്താവ് നിന്നെ ഇടയാക്കില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതം എടുത്ത് നോക്കിയാലോ. മംഗളവാർത്ത സ്വീകരിച്ച സമയം മുതൽ എന്തോ ഒരു മാനസിക സംഘടന അമ്മ അനുഭവിച്ചു. എന്തോ ഒരു അമ്മ സഹിച്ചിട്ടുണ്ടാവും. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും അറിയിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും തിരിച്ചറിയോ? ആരെങ്കിലും ഉൾക്കൊള്ളുമോ? ആരെങ്കിലും സഹായിക്കുമോ? ഒറ്റയ്ക്കായിരുന്നു എല്ലാം. ഒന്ന് തുറന്ന് പറയാൻ പോലും അമ്മയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഒന്ന് കേൾക്കാൻ പോലും അമ്മയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. എത്രയോ അധികം മാനസിക സംഘർഷങ്ങളും മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളും ആ സാഹചര്യത്തിലൂടെ ഒക്കെ പോയപ്പോൾ അമ്മയ്ക്ക് താങ്ങായി നിന്നത് ഈ വിശ്വാസമാണ്. വിശ്വസിക്കുകയാണ് താൻ ദൈവത്തിൻ്റെ അമ്മയാവാൻ പോവാണ്, താൻ ദൈവത്തിൻ്റെ അമ്മയാവാൻ പോവാണ്. ഒറ്റ പ്രാവശ്യം മാലാഖ വന്നിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം മാലാഖ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ വിശ്വാസത്തിൻ്റെ ഒരു ജീവിതമാണ്, വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. അമ്മയ്ക്ക് സംശയമില്ല, അമ്മ ടെൻഷൻ പിടിക്കണില്ല, അമ്മ ശാന്തമായിട്ടെല്ലാം സ്വീകരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കാണിത് സാധിക്കുക, വിശ്വസിക്കുന്നവർക്കാണിത് സാധിക്കുക. കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഹെറോദസിൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ, രക്ഷപ്പെട്ട് കിട്ടാൻ ഈജിപ്തിലേക്ക് പോകാൻ യൗസേ പിതാവിന് ദർശനം കിട്ടുകയാണ്. യൗസേ പിതാവ് പറയണതൊക്കെ അമ്മ വിശ്വസിക്കുകയാണ്. അമ്മ വിശ്വസിക്കുകയാണ് യൗസേ പിതാവ് പറയണത്. വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു, എന്തേ മാലാഖ എന്നോട് പറഞ്ഞില്ല? ഇത്രയും പറയാമെന്നുണ്ടെങ്കിൽ എന്നോട് പറയത്തില്ലേ ബാക്കി കാര്യം? എന്തിനാ യൗസേ പിതാവിനോട് പറയാൻ പോയത്? അതെങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്? ഇത്രയും വലിയൊരു കാര്യം എനിക്ക് തന്നിട്ട്, എന്നോട് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം കൂടെ എന്നോട് പറയാൻ മേലായിരുന്നോ? അമ്മ സംശയിക്കുന്നില്ല, വിശ്വസിക്കുകയാണ്, ആഴത്തിൽ വിശ്വസിക്കുകയാണ്. യൗസേ പിതാവിനെ അനുസരിക്കുന്നു, കൂടെ പോകുന്നു ഈജിപ്തിലേക്ക്. പിന്നീട് അങ്ങോട്ടുള്ള ദുരിതങ്ങളും ക്ലേശങ്ങളും അമ്മ എന്തോരം സഹിച്ചു. അത് ഗാഗുൽത്താ വരെ നീണ്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നാളത്തേക്കല്ല, ഗാഗുൽത്തായിൽ അവസാന ശ്വാസം എടുക്കണവരെയും. അതിനുശേഷവും മരണത്തിന് ശേഷവും ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയില്ലേ? അവരെ ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിപ്പിച്ചില്ലേ? വാ മക്കളെ ഒരുമിച്ചിരിക്കുക, വാ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയല്ലേ കൂട്ടിയത്? വിശ്വാസമായിരുന്നു കാരണമായി തീർന്നത്. അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തന്നെ, ഇതെല്ലാം ദൈവത്തിൻ്റെ തന്നെ അടയാളങ്ങൾ. ഇത് മനുഷ്യരുടെ ഉണ്ടാക്കുന്നതല്ല, ഇത് ലോകം സമ്മാനിക്കുന്നതല്ല, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്, ഇത് ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. ബോധ്യപ്പെട്ട പരിശുദ്ധ അമ്മ തൻ്റെ വിശ്വാസത്തെ എപ്പോഴും വർദ്ധിപ്പിക്കുകയായിരുന്നു, തൻ്റെ വിശ്വാസത്തെ എപ്പോഴും ഉറപ്പിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചതും പരിശുദ്ധ അമ്മ തൻ്റെ വിശ്വാസം ആഴപ്പെടുത്തിയതും നമുക്ക് വലിയൊരു മാതൃകയാണ്, നമുക്ക് വലിയൊരു പ്രചോദനം തരുന്ന കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ ഇന്ന് ചോദിക്കുന്നുണ്ട് നിന്നോട്,
ഈശോ ഇന്നും നിന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഇത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഈശോ ചോദിക്കുകയാണ്. എന്തായിരിക്കും ഉത്തരം? കർത്താവേ, ഒരു ഉറപ്പുമില്ല കിട്ടുമെന്ന്, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം, പരിശ്രമിക്കാം, അങ്ങനെയാണോ പറയാൻ തോന്നുന്നത്? അല്ല, ഇച്ചിരിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കിട്ടുമായിരിക്കും, ഒരു ചെറിയ പ്രതീക്ഷ. അല്ല കേട്ടോ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പറയാൻ, നിനക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയാൻ നിനക്ക് കഴിയണം. ചഞ്ചലിച്ചേക്കല്ല്, സംശയിക്കല്ല്, ഒരു ചെറിയ സംശയം പോലും നിനക്ക് വേണ്ട. നീ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. ഈ ഒരു കാര്യം എന്താണേലും, സാമ്പത്തിക മേഖലയാണേലും, മക്കളുടെ കാര്യമാണേലും, പറമ്പിൻ്റെ കാര്യമാണേലും, പിന്നെന്താണ്, വിശുദ്ധിയിൽ നിലനിൽക്കാൻ പറ്റുമോ സംശയമാണെങ്കിലും, പ്രലോഭനങ്ങളെ നേരിടുന്ന സാഹചര്യമാണെങ്കിലും, കൂട്ടുകാരിൽ നിന്നുള്ള പ്രശ്നങ്ങളാണെങ്കിലും, എന്താണെങ്കിലും നിന്റെ ദൈവം ഇടപെടും എന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ നീ ദൈവത്തിൻ്റെ പ്രവർത്തികൾ അത്ഭുതകരമായ രീതിയിൽ നീ കാണും. ഒരു ഘോഷയാത്രയാണ്. പിന്നെ ഈ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്തോരം അത്ഭുതങ്ങൾ, എന്തോരം അടയാളങ്ങൾ, എത്രയോ രീതികളിൽ. ഓരോ ധ്യാനത്തിലും ഓരോ കൺവെൻഷനിലൊക്കെ പങ്കുചേരുമ്പോൾ കണ്ടിട്ടില്ലേ അത്ഭുതങ്ങൾ? കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലേ? കാതുകൊണ്ട് കേട്ടിട്ടില്ലേ? ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ നിന്ന് പോയിട്ടില്ലേ? അത്ഭുതത്തോടെ നിന്ന് പോയിട്ടില്ലേ? കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ കർത്താവിന്? എന്തെങ്കിലും ഉണ്ടോ കർത്താവിന്? അസാധ്യമായിട്ടില്ല കേട്ടോ. നമുക്ക് വിശ്വസിക്കാം, ഇത് ചെയ്തു തരുമെന്ന് വിശ്വസിക്കാം. ഈ കാര്യം ഇന്ന് നിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഈ ഒരൊറ്റ കാര്യം അത് നടന്നു കിട്ടുമെന്ന് വിശ്വസിക്കുക. ദൈവം നിനക്ക് നടത്തിത്തരും. ദൈവം നിനക്ക് നടത്തിത്തരും. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റ് ഒരിക്കലും വയലിൽ പണിയൊക്കെ എടുത്തിട്ട് പണിയൊക്കെ തീർത്തിട്ട് ആശ്രമത്തിലേക്ക് പോവാണ്. പോണ വഴിയിൽ ഒരു മനുഷ്യൻ ഓടിക്കതച്ചുകൊണ്ട് വരികയാണ്. ഒരു കർഷകനാണ്, സാധാരണക്കാരൻ, കരഞ്ഞുകൊണ്ട് വരികയാണ്. ഇയാൾ വന്നിട്ട് ബെനഡിക്റ്റിനോട് പറയാണ്, അച്ഛാ, എൻ്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരണം, എൻ്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരണം, കൊച്ചു മരിച്ചുപോയി, കൊച്ചിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം. ബെനഡിക്റ്റ് പറഞ്ഞു, അയ്യോ, അതിന് ഞാൻ കൊച്ചിനെ എടുത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് എൻ്റെ കൊച്ചിനെ തിരിച്ചു കിട്ടണം. ഇയാൾ കരയാണ്, വലിയ വായയിൽ കരയാണ്. കുറേ കരയുന്ന കണ്ടപ്പോൾ ഈ ബെനഡിക്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ അവർ പറയും, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവാം. അവർ നടക്കുകയാണ്. അതും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ്റെ കൂടെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ബെനഡിക്റ്റ് ഉടനെ പറഞ്ഞു, നിങ്ങൾ എവിടേക്കാണ് പോണത്? അതെങ്ങനെയാണ് സംഭവിക്കുക? ഒരു മരിച്ച ആൾക്ക് ജീവൻ കൊടുക്കാൻ അപ്പസ്തോലന്മാർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈശോയ്ക്ക് ശേഷം അപ്പസ്തോലന്മാരൊക്കെ ചെയ്തിട്ടുള്ളൂ, വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. എങ്ങനെ മരിച്ച ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റും? ബെനഡിക്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവരതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇവർക്കതൊന്നും ഒരു വിഷയമല്ല. അവർ പോവാണ്. ഈ മനുഷ്യൻ്റെ കൂടെ കൊച്ചിനെ ഉയർപ്പിക്കാൻ ബെനഡിക്റ്റിനെയും കൂട്ടുവിൽ വിളിച്ച് നിർബന്ധിപ്പിച്ച് അവർ കൊണ്ടുപോവാണ്. ബെനഡിക്റ്റ് ഒടുവിൽ ചോദിച്ചു, എവിടെയാ മരിച്ച കൊച്ചിനെ കിടത്തിയിട്ടുള്ളത്? കൊച്ചിൻ്റെ അടുത്തേക്ക് ഈ മനുഷ്യൻ അപ്പച്ചൻ കൊണ്ടുപോവാണ്. ബെനഡിക്റ്റ് അവിടെ ചെന്നു. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നേ പറ്റൂ, മരിച്ച കൊച്ചു ജീവനോടെ വരണം, അതാണ് അവരുടെ ആഗ്രഹം. അതിനെന്തും സഹിക്കാൻ തയ്യാറാണ്, അതിനെന്ത് വില കൊടുക്കാനും അവർ തയ്യാറാണ്. ഒറ്റ ചിന്തയേ ഉള്ളൂ, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ കൊച്ചിന് ജീവൻ കിട്ടണം. അങ്ങനെ ഈ ബെനഡിക്റ്റ് ഈ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ, എൻ്റെ പാപങ്ങളൊന്നും നീ ഓർക്കരുത് കേട്ടോ, ഞാൻ ചെയ്ത കുറവുകളും എന്നിൽ വന്ന വീഴ്ചകളും അതൊന്നും നീ പരിഗണിച്ചേക്കല്ലേ. ഈ സഹോദരൻ, ഈ കൊച്ചിൻ്റെ അപ്പച്ചൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മകനെ തിരിച്ചു കിട്ടണമെന്ന്, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സഹോദരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പോലെ ഈ മകന് ജീവൻ കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറേ സമയം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വിശുദ്ധനായ ബെനഡിക്റ്റ് പ്രാർത്ഥിക്കുകയാണ്. അധികം വൈകിയില്ല, കൊച്ച് കൈകാലൊക്കെ ചലിപ്പിക്കാൻ തുടങ്ങി. ഇതാ എഴുന്നേറ്റിരുന്നു, ജീവനുള്ളവനായി അവൻ തിരിച്ചു വരികയാണ്. വിശ്വസിക്കുന്നവർക്ക് എന്ത് അത്ഭുതവും ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് ഏത് അടയാളവും വളരെ കൂളാണ്. അത് വലിയ വിഷമമുള്ള കാര്യമല്ല. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ചെറിയ ഇങ്ങനെ കാറ്റത്താടുന്ന ഞങ്ങള പോലെയല്ല, കിട്ടണേ കിട്ടി അങ്ങനെയല്ല, ആഴത്തിലൊരു വിശ്വാസമാണ്. അത് ആർക്കും തകർക്കാൻ പറ്റുകയില്ല, അതാർക്കും നഷ്ടപ്പെടുത്താൻ പറ്റുകയില്ല. നിന്റെ ക്രിസ്തു നിനക്ക് ഈ കാര്യം ചെയ്തു തരും, നിനക്ക് ഈ കാര്യം ചെയ്തു തരും. ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ളൊരു സ്നേഹവും ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിലൊരു ആശ്രയ മനോഭാവവും നിനക്കുണ്ടെങ്കിൽ ഈ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ തക്ക രീതിയിൽ നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും. അത്ഭുതങ്ങൾ കാണാൻ കഴിയും, അടയാളങ്ങൾ കാണാൻ കഴിയും. അപ്പസ്തോലന്മാരുടെ ജീവിതം എടുത്തു നോക്കിയേ, എന്തോരം അത്ഭുതങ്ങളാണ് അവർ ചെയ്തത്. ഈശോ ചെയ്തതിൽ കൂടുതൽ കാര്യങ്ങൾ അപ്പസ്തോലന്മാർ ചെയ്തിട്ടുണ്ട്.
ഈശോ ചെയ്ത അത്ഭുതങ്ങളെക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ അതിൻ്റെ ഇരട്ടി തീക്ഷ്ണതയോടെ ചെയ്തിട്ടുണ്ട് അപ്പോസ്തലന്മാർ. ഒരു മടിയില്ലായിരുന്നു. എന്തോരു രീതികളിലാണ് അവർ പ്രവർത്തിച്ചത്. രക്തസാക്ഷികൾ, എന്തേ അവരൊക്കെ ഈശോയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കാൻ കാരണമായി? എന്തേ അവർ ജീവൻ പോലും കൊടുക്കാൻ തക്ക രീതിയിൽ അവർ പ്രാപ്തരായി, അവർ യോഗ്യരായി? അവരുടെ വിശ്വാസം തന്നെ, അവരുടെ ആഴത്തിലുള്ള വിശ്വാസം, അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആഴമേറിയ വിശ്വാസം അവരെ സഹായിക്കുകയാണ്. എല്ലായ്പ്പോഴും ഏത് പ്രതിസന്ധിയിലും കർത്താവ് വലത്തുവശത്തുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ്. എൻ്റെ കർത്താവ് എൻ്റെ വലത്തുവശത്തുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂട്ടത്തിലുണ്ട്. വിശുദ്ധാത്മാക്കൾക്കെല്ലാം അങ്ങനെയായിരുന്നു. അവരെത്ര അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, അവരെത്ര അടയാളങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ വലിയ ബോധ്യം ഉണ്ടായിരുന്നു, അവരുടെ വലത്തുവശത്ത് ക്രിസ്തു ഉണ്ടെന്ന്, അവരുടെ വലത്തുവശത്ത് ക്രിസ്തു നിൽപ്പുണ്ടെന്ന് അവർക്ക് വലിയ ബോധ്യം. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും പിന്മാറിയിട്ടില്ല, അവരൊരിക്കലും പുറകോട്ടേക്ക് പിന്തിരിഞ്ഞു പോരാൻ ഇടയായിട്ടില്ല. വിശ്വസിക്കുകയാണ്. അവർ സദാസമയം ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, യേശുവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. ചില സമയത്ത് മനസ്സ് വല്ലാണ്ട് വേദനിച്ചു പോവും, മനസ്സ് വല്ലാതെ തളർന്നു പോവും, ഒരുതരം നിസ്സംഗതയിലേക്ക് പോവും, ഒരുതരം നിശബ്ദതയിലേക്ക് മനസ്സ് വീഴാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുക? എങ്ങനെ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കും? എങ്ങനെ ഈ കല്യാണം നടക്കും? എങ്ങനെ ഈ രോഗിയെ ശുശ്രൂഷിക്കും? എങ്ങനെ ഈ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കും? തളർന്നിരിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലൊക്കെ. ചിലപ്പോൾ ആരോടൊന്നും ഒരു വാക്കുപോലും പറയാൻ പറ്റാതെ, പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ഇരുന്നിട്ടില്ലേ? ചില സമയങ്ങളിൽ കണ്ണും നിറഞ്ഞൊഴുകിയിട്ടില്ലേ? സഹായിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൽ വിശ്വസിക്കുക. നിന്റെ ദൈവം നിനക്ക് ചെയ്തു തരുമെന്ന് നീ ആഴത്തിൽ വിശ്വസിക്കുക. ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം പറഞ്ഞാൽ, വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിന്റെ കർത്താവ് ഈ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. ആർക്കും വിശ്വസിക്കാൻ പറ്റുകയില്ല, അതുപോലെയുള്ളൊരു പ്രവൃത്തിയാണ് കർത്താവ് ചെയ്യുക. ആർക്കും തിരിച്ചറിയാൻ പറ്റുകയില്ല, അതുപോലെ ഒരു പ്രവൃത്തി നിന്റെ കർത്താവ് ചെയ്യും. അത് നിന്റെ കഴിവുകൾ വളർത്തുന്ന സമയത്താകാം, നിന്റെ കഴിവുകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാഹചര്യത്തിലാകാം, നിന്റെ ജോലി മേഖലകളിലാകാം. നിനക്ക് അസാധ്യമാണ് ഇതൊക്കെ എത്തിപ്പിടിക്കുക എന്നുള്ളതെന്ന് മനസ്സ് നിന്നോട് 1000 പ്രാവശ്യം പറഞ്ഞാലും നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക. വിശുദ്ധാത്മാക്കളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് അതാണ്, ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് അതാണ്. എങ്ങനെ ഈ കാര്യങ്ങൾ നടത്തുമെന്ന് അവർ ആകുലപ്പെട്ടപ്പോഴും ആകുല ചിന്ത വന്നപ്പോഴും അവർക്ക് ഒറ്റ ആശ്രയം, ക്രിസ്തുവിൻ്റെ അടുത്ത് ഓടിച്ചെല്ലുക, ക്രിസ്തുവിനെ വട്ടം കെട്ടിപ്പിടിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, യേശുവേ നിനക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിനക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സ്വന്തം കഴിവുകൊണ്ടല്ല, സ്വന്തം മേന്മയായിട്ട് ഒന്നുമേ ഇല്ല, സ്വന്തം ശക്തി ഉണ്ടെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീട്ടിൽ പ്രാർത്ഥിക്കുന്ന മുറിയില്ലേ, ഒരു ക്രൂശിത രൂപമൊക്കെ അവിടെ ഇല്ലേ? ദേവാലയം ഇല്ലേ? ആ ദേവാലയത്തിലൊരു ക്രൂശിത രൂപവും ഇല്ലേ? ഓടിച്ചെല്ലണം, എന്നിട്ടോ വട്ടം കെട്ടിപ്പിടിച്ചോണം, പറയണം ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, മനസ്സിൽ പറയണം, നീ ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, പരിഹരിക്കപ്പെടാത്ത ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുമെന്ന്. ആർക്കും ആർക്കും സഹായിക്കാൻ പറ്റാത്ത, ആർക്കും ആർക്കും കടന്നു വരാൻ കഴിയാത്ത ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിന്റെ വലത്ത് വശത്തുണ്ട്. സങ്കീർത്തകന്റെ വാക്കുകൾ മനസ്സിൽ നിന്ന് മായാതിരിക്കട്ടെ, മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. കർത്താവ് നിന്റെ വലത്ത് വശത്തുണ്ട്, മനുഷ്യരല്ലാട്ടോ. കർത്താവ് നിന്റെ വലത്ത് വശത്തുണ്ട്. 3-ാം നാൾ ഉത്ഥാനം ചെയ്തവൻ, ലോകത്തെ കീഴടക്കിയവൻ, ലോകത്തിൻ്റെ സകലതിനെയും ഭരിക്കാൻ കഴിവുള്ളവൻ, ലോകത്തിൻ്റെ സകല ശക്തികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളവൻ നിന്റെ വലത്ത് വശത്തുണ്ട്. എന്തിനു പേടിക്കണം? ആരെ പേടിക്കണം? എന്തിന് അസ്വസ്ഥനാകണം? എന്തിന് സങ്കടപ്പെടണം? ഈശോ കൂടെയില്ലേ വലത്ത് വശത്ത്? നിന്നെ സഹായിക്കാൻ, നിന്നെ മനസ്സിലാക്കാൻ. ആ ശക്തിയിൽ നമുക്ക് ശരണം വയ്ക്കാം, ആ ശക്തിയിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. വിശുദ്ധ വിൻസെൻ്റ് ഫെറർ 28ഓളം മരിച്ച ആത്മാക്കളെ ഉയർപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ പാട്രിക്ക് 39ഓളം മരിച്ച ആത്മാക്കളെ ഉയർപ്പിച്ചിട്ടുണ്ട്. പോളണ്ടിലെ വിശുദ്ധ ഡൊമിനിക്ക് ക്രാക്കോവിൽ തന്നെ 50ഓളം പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാ പറയുക. എത്രയോ വിശുദ്ധര്, എത്രയോ പേരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയല്ലേ സാധാരണഗതിയിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം.
ഇത്രയും കാര്യങ്ങൾ വിശുദ്ധർക്കൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊക്കെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ? മരിച്ചു എന്ന് കരുതിയ, ജീവനില്ല എന്ന് കരുതിയ ഏതൊരു കാര്യത്തിലേക്കും ജീവൻ വെപ്പിക്കണമെങ്കിൽ ഒറ്റ കാര്യം മതി, വിശ്വസിക്കുക. നീ വിശ്വസിക്കുക, നിന്റെ ദൈവത്തിന് സാധിക്കും. വിശുദ്ധർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവനാമത്തെ ഉയർത്തിപ്പിടിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തോട് കൂടെ സഞ്ചരിക്കാൻ വിശ്വാസം എപ്പോഴും നമുക്ക് കൈമുതലായി കാത്തു സൂക്ഷിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി, യേശുവേ, അല്പം പോലും സംശയിക്കാതെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നീ എന്നെ സഹായിക്കും എന്ന് വിശ്വസിക്കാൻ, നീ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ, എൻ്റെ വലത്തുവശത്ത് എന്നെ അറിയാൻ, മനസ്സിലാക്കാൻ, ശക്തി പകരാൻ നീ കൂട്ടിനുണ്ട് എന്ന് ധൈര്യപ്പെടാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറി നിൽക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നു നിൽക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ശക്തിയും ധൈര്യവും സ്നേഹവും വാത്സല്യവും അവിടുന്ന് എനിക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.